രക്ഷിതാവ് എന്ന് പറയുമ്പോൾ രക്ഷിക്കുന്നവനാണ്. എങ്ങനെ രക്ഷിക്കുന്നവനാണ്? ചോദ്യം അതാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തത്? 14 വയസ്സുള്ള നിങ്ങളുടെ മകന് ഏത് രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവന് സന്ദേശമായി കൊടുക്കുകയാണോ ചെയ്തത്? അതല്ല, എൻ്റെ ജീവിതമല്ല സന്ദേശമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണോ ചെയ്തത്? ടോളസ്റ്റോയുടെയും ലിയാനോ ഡാവിഞ്ചിയുടെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ലാലാ ലജ്പത് റായിയുടെയും മാഡം ക്യൂറിയുടെയും ജീവിത കഥകൾ, സോക്രട്ടീസിനെ പോലെ ഉള്ള കഥകൾ, ആ കഥകളൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം വെറും പൊട്ട് കഥകൾ മാത്രമാണ്, വെറും കഥകൾ മാത്രമാണ്. കാരണം അവനും ഗലീലിയോയും തമ്മിൽ, ഗലീലിയോ എന്നല്ല അതിൻ്റെ ഉച്ചാരണം കേട്ടോ, അതുകൊണ്ടാണ് ഗാലലയോ എന്ന് ഞാൻ പറയുന്നത്, ഗാലലിയോയും തമ്മിൽ ഒരു പുലബന്ധം പോലുമില്ല. ഗാലലിയോയുടെ ജനറ്റിക് അല്ല നിങ്ങളുടെ മകൻ്റെ ജനറ്റിക്. അപ്പം നിങ്ങൾ ചോദിക്കുന്നു മഹാത്മാഗാന്ധിയുടെ കഥ പഠിക്കേണ്ടേ എന്ന്. കഥ പഠിക്കണം, ജീവിത കഥ പഠിക്കണം. അവനെ മനസ്സിലാക്കി കൊടുത്തത് എന്താണെന്നുള്ളതാണ് അതല്ല ഒരു മനസ്സിലാക്കി കൊടുക്കൽ. ആ ഒരു പൂവ് വിരിയുമ്പോൾ ഈ പൂവ് വിരിയാനുള്ളതാണെന്ന് മനസ്സിലാക്കൽ, ഈ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു അസ്തമയമുണ്ടെന്ന് മനസ്സിലാക്കൽ, ആ പൂവ് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനൊരു സൗരഭ്യമുണ്ടെന്ന് മനസ്സിലാക്കൽ, ഒരു പൂവ് വിരിയുമ്പോൾ അതിന് അതിൻ്റേതായുള്ള ഒരു സത്വമുണ്ടെന്ന് മനസ്സിലാക്കൽ. ഈ മനസ്സിലാക്കലാണോ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക്? അങ്ങനെ നിങ്ങൾ ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും അവനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. മനസ്സിലാക്കലും പറഞ്ഞു കൊടുക്കലും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഭൗതിക സാഹചര്യത്തിൽ ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് വെറും ഒരു ചൂണ്ടുവിരലുണ്ടെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിക്കാമായിരുന്നു. നിങ്ങൾക്ക് സഞ്ചരിക്കാമായിരുന്നോ പണ്ട്? ഒരു ചൂണ്ടുവിരലുണ്ടെങ്കിൽ ലോകത്തിലെ ഏതൊരു സംഗതിയിലും നിങ്ങൾക്ക് അഭിരമിക്കാമെന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കലിന് എന്ത് പ്രസക്തിയാണുള്ളത്? അത് മനസ്സിലാക്കി കൊടുക്കലിൻ്റെ പ്രാധാന്യത്തെ ശരിക്കും വെളിവാക്കുന്നില്ലേ? ഒരു ചൂണ്ടുവിരലിൽ ഈ ഭൂമി മുഴുവൻ നിങ്ങളുടെ കൈപ്പിടിയിൽ അന്ന് നിങ്ങൾക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കോടികൾ വേണ്ടി വന്നുമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് 10, 10,000 രൂപ, 5,000 രൂപ, 6,000 രൂപയുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുന്ന ഭൗതിക സാഹചര്യം നിലവിലുള്ള ഇതാണ് രാജ്യം, നമ്മുടെ രാജ്യം. ഈ ലോകം എന്ന് പറയുന്നത് ലോകത്തെ അമ്മാനമാടി കളിക്കുന്ന AI പോലുള്ള, ഒരു കാലത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഗുരു എന്ന് പറയുന്നത് AI ഗുരുവായിരിക്കും. അവിടെയുള്ള കാണികൾ AI കുട്ടികളായിരിക്കും. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദർശനം തരുന്ന കൃഷ്ണൻ AI കൃഷ്ണനായിരിക്കും. നമ്മുടെ ദൈവങ്ങൾക്കും ഗതി വരാൻ പോകുന്ന കാലഘട്ടമാണ് AI കാലഘട്ടം. അതുകൊണ്ടാണ് ഇലോൺ മസ്ക് പറഞ്ഞത് ലോകത്തെ മുഴുവൻ ഇത് പിടിച്ചുലയ്ക്കുമെന്നും നശിപ്പിക്കുമെന്നും പറഞ്ഞത്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പറഞ്ഞു കൊടുക്കൽ. പിന്നെ നമ്മുടെ പാരൻറ്റിങ് എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തമാണുള്ളത്? നിങ്ങളുടെ പാരൻറ്റിനേക്കാൾ 10,000 ഇരട്ടി, നിങ്ങൾ ഇതിലൂടെ പോകുന്ന വൈദ്യുതിയേക്കാൾ 10,000 ഇരട്ടിയാണ്, ഒരു ലക്ഷോപിലക്ഷം ഇരട്ടിയാണ് ഒരു മിന്നലിനുള്ളത്. ആ മിന്നലാണത്. നിങ്ങൾ ഒരു സ്വിച്ച് മാത്രമാണ്. അപ്പം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. മാർക്സ് പറഞ്ഞത് വളരെ ശരിയാണ്. മാറ്റമില്ലാത്ത വാക്ക് മാത്രമാണ് മാറ്റമില്ലാത്തത്. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, മാറ്റം അനിവാര്യമാണ്. മൊബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. മൊബിലിറ്റി, ചലനം, അതാണ് പ്രപഞ്ച സത്യം. അതാണ് കവി പറഞ്ഞത്. വാഴ്വ്യമായ ഫിലിമിൽ ചലനം, അതാണ് വാഴ്വ്യമായമാണ് പറയുന്നത്. അതാണ് കവി പറഞ്ഞത്. അന്ന് കവി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് സത്യം. ചലിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ ചലിക്കണം. നിങ്ങളുടെ ചിന്തകൾ നിരന്തരമായി ചലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ, ഒരു ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് വേറൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ അത് ചലിക്കണം. ഊർജം വേണം. ആ ഊർജം നിങ്ങൾക്കുണ്ടാവണം. പാരൻറ്റിങ്ങിൽ ഉണ്ടാവണം ഊർജം. അതാണ് യഥാർത്ഥത്തിൽ. ആ ചലനമാണ് നിങ്ങളെ മകനിൽ നിന്ന് വ്യത്യസ്തമാക്കേണ്ടത്. ആ ചലനം നിങ്ങൾക്കില്ലെങ്കിൽ, ചലനം നിങ്ങൾ എന്ന് നിർത്തുന്നുവോ, ചലനം എന്ന് നിങ്ങൾക്ക് അവസാനിക്കുന്നുവോ, ആ ദിവസം നിങ്ങൾ ഉറപ്പിക്കുക
അവൻ്റെ ചലനം വേറെ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളറിയാതെ അവൻ ചലിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ചലനം എപ്പോഴൊക്കെ നിൽക്കുന്നുവോ, നിങ്ങളുടെ സൂക്ഷ്മമായ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളവനെ മനസ്സിലാക്കുന്ന രീതി എപ്പോഴൊക്കെ നിലയ്ക്കുന്നുവോ, അപ്പോഴെല്ലാം അവൻ വലിയ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്തുക്കളോടുള്ള ആർത്തി അവന് മൂത്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അതാണ് അതിൻ്റെ മറുപടി.